+2 അക്കൗണ്ടൻസി ചാപ്റ്റർ 1 ഇൻട്രസ്റ്റ് ഓൺ റോയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായും ഓണം എക്സാമിന് പ്രതീക്ഷിക്കാം. അതായത് തോന്നിയ ഡേറ്റുകളിൽ തോന്നിയ എമൗണ്ട് വിഡ്രോ ചെയ്തേക്കുന്നു. കൃത്യമായ ഇടവേളകളല്ല, കൃത്യമായ എമൗണ്ടും അല്ല, എല്ലാം തോന്നിയ പോലെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യും? എളുപ്പത്തിൽ 2 മിനിറ്റിൽ പഠിച്ചാലോ? എടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട മെത്തേഡിന്റെ പേരാണ് പ്രോഡക്റ്റ് മെത്തേഡ്. എന്ത് മെത്തേഡാ? പ്രോഡക്റ്റ് മെത്തേഡ്. അപ്പൊ ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യും? ഇതുപോലൊരു കോളം, 4 കോളം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ ഡേറ്റ് കൊടുക്കുന്നു, ഇവിടെ ഞാൻ എമൗണ്ട് കൊടുക്കുന്നു, ഇനി ഇവിടെ ഞാൻ ടൈം പീരിയഡ് കൊടുക്കുന്നു, ആൻഡ് ലാസ്റ്റ് കോളത്തിൽ ഞാൻ പ്രോഡക്റ്റ് കൊടുക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, എന്തോ വലിയ സംഭവമാണ്. ഒന്നുമല്ലടാ, വളരെ എളുപ്പമാണ്. നോക്കൂ, ഡേറ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കി അതേപോലെ അങ്ങ് കോപ്പി അടിച്ച് എഴുതുക. എന്താ സാർ? മെയ് 1 മെയ് 1 2023, 1/5/2023. ഇനി അടുത്ത ഡേറ്റ് എത്രയാ? ജൂലൈ 31 2023. അടുത്തതാ 31/7/2023. ഇനി അടുത്ത ഡേറ്റ് എത്രയാ? ഒക്ടോബർ 1 2023 അല്ലേ? 1/10/2023. നമുക്ക് ആ ഡേറ്റ് അതുപോലെ എഴുതിയാലും മതി കേട്ടോ. ജനുവരി 1 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ജനുവരി 1 2024. ഇങ്ങനെയാണ് ഡേറ്റ്. ഇനി എന്താ സാർ? എമൗണ്ടും ഇതാ ക്വസ്റ്റ്യനിലുണ്ട്, അതേപോലെ കോപ്പി അടിച്ചങ്ങ് എഴുതിയാൽ മതി. 5000, 4000, 5000, 3000. ഇതാ ഞാൻ എഴുതുന്നു. 5000, 4000, 3000 ആൻഡ് ഇവിടെ 3000 അല്ല, ഇവിടെ 5000. താഴെയാണ് 3000 അല്ലേ? ഓക്കെ, അപ്പൊ 5, 4, 5, 3. അപ്പൊ ഇതാ ഡേറ്റും കണ്ടുപിടിച്ചു, എമൗണ്ടും കണ്ടുപിടിച്ചു. ഇനി അടുത്ത എന്താ? ടൈം പീരീഡ്. ഇത് രണ്ടും കണ്ടുപിടിക്കണ്ട, നിങ്ങൾക്ക് വൃത്തിക്ക് കോപ്പി അടിക്കാൻ പറയുമെങ്കിൽ ഇത് രണ്ടും കോപ്പി അടിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് ടൈം പീരീഡാ കണ്ടുപിടിക്കണ്ടേ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവൻ വിഡ്രോ ചെയ്ത ഈ ഡേറ്റ് മുതൽ ഇയർ എൻഡ്, ആ വർഷം അവസാനിക്കാൻ, ആ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എപ്പോഴാ ഇയർ എൻഡ്. നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ 31st മാർച്ച്. 31st മാർച്ചിന് ആ ബുക്ക് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ അന്ന് വരെ എത്ര മാസം ബാക്കിയുണ്ടോ അതാണ് സാർ ടൈം പീരീഡ്. അതെന്ത് എളുപ്പമാലേ. അതായത് നോക്കൂ, ശ്രദ്ധിക്കൂ, 1/5/2023 മെയ് 1 ആയിട്ടുണ്ട്. മെയ് 1 മുതൽ അടുത്ത 31st മാർച്ച് വരെ എത്ര മാസം ഉണ്ടെന്ന് കണക്കൂട്ടി നോക്കൂ സാർ. അത് അറൗണ്ട് 11 മാസമുണ്ട്. അറൗണ്ട് അല്ല, 11 മാസം. കാരണം മെയ് തുടക്കം തൊട്ടേ കൂട്ടണം, 1-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഇനി അടുത്തത് 31st ജൂലൈ 31 മുതൽ മാർച്ച് 31 വരെ എത്ര മാസമുണ്ട്? ജൂലൈ കഴിഞ്ഞു. അപ്പൊ ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 8 മാസമാണ് ബാക്കി സാർ. എത്ര മാസമാണ്? 8 മാസമാണ് ജൂലൈ കഴിഞ്ഞ് ബാക്കി. ഇനി അടുത്തത് ഒക്ടോബർ 1 ആയി. ഒക്ടോബർ 1-ന് ശേഷം എത്ര മാസം ബാക്കിയുണ്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 6 മാസമാണ് സാർ. ഇനി അടുത്തത് നോക്കൂ, 3000 എപ്പോഴാ ചെയ്ത് വെക്കുന്നത്? ജനുവരി 1-ന്. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 3 മാസമാണ് ബാക്കി. അപ്പൊ ഈ ഓരോ ഡേറ്റിൽ നിന്നും ആ ഇയർ എൻഡ് ആകാൻ എത്ര മാസം ബാക്കിയുണ്ടെന്ന് കണ്ടുപിടിക്കുക, ടൈം പീരീഡ് അണ്ടറിൽ എഴുതുക. എന്തൊരു എളുപ്പം. ഈ ലാസ്റ്റ് കോളം ഉണ്ട്, അതിന്റെ പേരാണ് പ്രോഡക്റ്റ്. എന്താ പ്രോഡക്റ്റ്? ഈ 2 സാധനം മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക, അത്രേ ഉള്ളൂ. ഏറ്റവും മുകളിലാണെങ്കിൽ 5000 × 11, അഥവാ 11 × 5000. എത്രയാ സാർ അത്? 55000 അല്ലേ? ഇനി അടുത്ത് നോക്കൂ, 4 × 8, 8 4 32, 32000. ഇനി അടുത്തത് നോക്കൂ, 6 × 5000, 30000 അല്ലേ? അടുത്തത് 3 × 3000, 9000. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ 4 എണ്ണത്തിന്റെയും പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ സം കാണുക. ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ സം കാണുക, കൂട്ടി നോക്കുക. 55 32 എത്രയാടാ? 87, 117, 117 9, 126, 1,26,000 അല്ലേടാ ഇതിന്റെ ടോട്ടൽ കിട്ടുന്നത്? 1,26,000 ആണ് സാറേ. അപ്പൊ നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തേ? ഡേറ്റും എമൗണ്ടും ക്വസ്റ്റ്യനിൽ നിന്ന് കോപ്പി അടിച്ചെഴുതി. ഈ ഡേറ്റ് വെച്ച് ഇയർ എൻഡ് വരെ എത്ര മാസം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ടൈം പീരീഡിന്റെ അടുത്ത് എഴുതി. ഇനിയോ ഈ ടൈം പീരീഡും എമൗണ്ടും വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. എന്നിട്ടോ പ്രോഡക്റ്റിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1,26,000 കിട്ടി. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ റോയ്സ് കിട്ടാൻ വേണ്ടി ഒരൊറ്റ ഇക്വേഷനും കൂടി പാസ്സാക്കിയാൽ മതിയടാ. എന്താ സാറേ ആ ഇക്വേഷൻ? സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. എന്താ സാർ ആ ഇക്വേഷൻ? നോക്കൂ, സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. അപ്പൊ സം ഓഫ് പ്രൊഡക്റ്റ് എത്രയാടാ? 1,26,000 ആണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച സം ഓഫ് പ്രൊഡക്റ്റുകൾ അല്ലേ? ഇനി ഇൻറ്റു റേറ്റ് ബൈ 100. റേറ്റ് ക്വസ്റ്റ്യനിൽ തരും. എത്ര റേറ്റ് നോക്കൂ? 10. അപ്പൊ ഇൻറ്റു 10/100. ഇനി ഇക്വേഷനിൽ എന്താ കോമൺ ആയിട്ടുള്ളത്? 1/12. അത് ചുമ്മാ ഇങ്ങോട്ട് കൊടുത്താൽ മതി. പ്രൊഡക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ എന്തായാലും 1/12 അവസാനം ഇടണം. അപ്പൊ സം ഓഫ് പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 0 വെട്ടിക്കളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അവസാനം 1050 അല്ലേ? 1050 കിട്ടുന്നുണ്ടാവും കേട്ടോ. 1050 കിട്ടുന്നുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കൂ. അപ്പൊ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് മെത്തേഡിൽ എന്തായാലും ക്വസ്റ്റ്യൻ
വരും. വന്നാൽ തീർച്ചയായിട്ടും ചെയ്യുക. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ താല്പര്യം അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അത് വേഗം തന്നെ ഫോം ഫില്ല് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ബൈ.